ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റെസിപ്പി ഒരു ബിരിയാണിയാണ്. ബീഫ് അല്ലെങ്കിൽ മട്ടൺ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരുപാട് സമയമൊന്നും എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ബിരിയാണി മട്ടൺ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞ പോലെ ബീഫ് വെച്ചിട്ട് വേണമെങ്കിലും ഇതേ റെസിപ്പി സെയിം അളവിൽ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു 500 ഗ്രാം 1/2 കിലോ മട്ടൺ നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ഈ മസാലയെല്ലാം റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു 6-7 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്. എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാൻ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ചതച്ച് വെച്ചത് ഈ മട്ടനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ബിരിയാണി മസാല ആയാലും മതിയേ. ഇനി ഇതിനകത്തോട്ട് ഒരു 2 സവോള കനം കുറച്ച് അരിഞ്ഞതിടാം. പിന്നെ ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിട്ടു. ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്, ജസ്റ്റ് ഒരു 1-2 ടീസ്പൂൺ മതി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് എടുക്കണം. കൈവച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം ഇങ്ങനെ ഞെരടി മിക്സ് ചെയ്ത് വെക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതുപോലെ ആ മട്ടണും സവോളയും എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇങ്ങനെ ഞെരടി വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടൺ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈസും കൂടി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാനിത് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. കൈമാരി എടുക്കാം, അല്ലെങ്കിൽ ബസ്മതി അരി വേണേലും എടുക്കാം. അപ്പോൾ 2 കപ്പ് ജീരകശാല അരി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു 20 മിനിറ്റ് കുതിർത്തെടുക്കാം. അപ്പോൾ റൈസ് നമ്മൾ കുതിർത്ത് വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി അത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. സവോള വറുത്തെടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു വലിയ പാനിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണേ. കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇതിനകത്ത് കുറച്ച് കാഷ്യൂനട്ട് ഇടാം. അപ്പോൾ കാഷ്യൂസ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ എണ്ണയിലോട്ട് തന്നെ ഒരു ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞതിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവോള ഫ്രൈ ആയി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചോറും വേവിക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ അല്ലെങ്കിൽ നെയ്യ് കൂടുതലുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചങ്ങ് മാറ്റാം. ഇനി ഇതിനകത്തോട്ട് ഒരു 2 കഷ്ണം പട്ട, 5-6 ഏലക്ക, 7-8 ഗ്രാമ്പു. ഈ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് അളവ്. അപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. കുറച്ച് നാരങ്ങാനീര്, ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം നന്നായിട്ട് അങ്ങ് വറ്റും. അപ്പോൾ റൈസ് ആ സമയത്ത് ഫുള്ള് വെന്തിട്ടുണ്ടാവില്ല. എന്ന് വിചാരിച്ച് കൂടുതൽ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ ഈ ഒഴിച്ച വെള്ളത്തിൽ തന്നെ ഇത് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ചോറ് പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ അടുത്തതിന് നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ കണ്ടോ, ഇതിനകത്ത് നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. കണ്ടോ, സവോളയിൽ നിന്നും മട്ടണിൽ നിന്നൊക്കെ ഉള്ള വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ വെള്ളം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഇത് കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കണം. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർക്കണ്ട, ഇപ്പോൾ ചേർത്താൽ മതി കേട്ടോ.
1 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ എരിവ് കാണത്തില്ല. അഥവാ നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ചേർത്ത് പച്ചമുളകിൻ്റെ അളവ് കുറച്ചാൽ മതി. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. നന്നായിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ എത്ര വിസിൽ വേണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന മീറ്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവേ. മട്ടനും ബീഫിനും ഒക്കെ ഓരോ കുക്കിംഗ് സമയമാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. എപ്പോഴും എങ്ങനെയാണോ കുക്കറിൽ വേവിക്കുന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യാം. ഞാൻ മട്ടൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4 അല്ലെങ്കിൽ 5 വിസിലാണ് വേവിക്കുന്നത്. അപ്പോൾ റൈസ് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ കുഴഞ്ഞു പോവാതെ കിട്ടണം. ഇനി ഒരു ബൗളിൽ ഞാൻ കുറച്ച് കാഷ്യൂനട്ട്, ഒരു ചെറിയ പിടി കശുവണ്ടി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുത്തതാണ്. ഇതും ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് ആക്കണം. അത് നമ്മൾ മട്ടൻ വേവിച്ചതിലോട്ട് ചേർക്കുന്നുണ്ട് അവസാനം, അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം. അഥവാ നിങ്ങൾക്ക് ഈ കാഷ്യൂനട്ട് ചേർക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ, ഒരു 1/4 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ എടുത്താലും മതി. അപ്പം അത് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം ഞാൻ ഒരു മിക്സി ജാറിലോട്ട് ഈ കാഷ്യൂനട്ട് ഇട്ടു. ഇതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ അരയ്ക്കണം കേട്ടോ. തേങ്ങയുടെയൊക്കെ ഒരു തരി പോലും ഇല്ലാതെ അരയ്ക്കണം. ഇതുപോലൊരു പേസ്റ്റാക്കി വെക്കാം. അപ്പോൾ മട്ടൻ ഞാനൊരു 5 വിസിൽ വേവിച്ച് അതിൻ്റെ ആവി ഫുള്ള് പോയി കഴിഞ്ഞപ്പോൾ തുറന്നതാണ്. പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതെല്ലാം മട്ടനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് നമുക്ക് അരച്ചു വെച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും കാഷ്യൂനട്ടും കൂടി അരച്ചതാണ്. അല്ലെങ്കിൽ 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചത് നന്നായിട്ട് കുറച്ചൊന്ന് വറ്റി കുറുകി വരണം. അപ്പോൾ മട്ടൻ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഗ്രേവി കുറച്ചും കൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ബിരിയാണിയിൽ എത്രത്തോളം മസാല വേണം എന്നതിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമുക്കിത് ലെയർ ചെയ്ത് കുറച്ച് നേരം ഒന്ന് ദം ചെയ്യണം. അപ്പോൾ ഞാൻ അരി വേവിച്ച പാത്രം ഉണ്ടല്ലോ അതിനകത്ത് തന്നെയാണ് അത് ദം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് മസാല ഇട്ടു. ഈ മസാല കുറച്ചും കൂടി വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് ബിരിയാണിയിൽ നല്ല മസാല ഉള്ളതായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അതല്ല കുറച്ചും കൂടി ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഈ ഗ്രേവി കുറച്ചും കൂടി വറ്റിച്ച് എടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കുവാണ്. ഒറ്റ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ചോറ് ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവോള ഇടാം. കുറച്ച് മല്ലിയില, പുതിനയില വേണമെങ്കിൽ അതും ഇടാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും ഉണക്കമുന്തിരിങ്ങ ഇട്ടു. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ വെക്കാം. നന്നായിട്ടൊന്ന് ആവി വന്ന് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ഈ മുകളിൽ ഇട്ടിരിക്കുന്ന മല്ലിയിലൊക്കെ ഒന്ന് വാടും. അപ്പോൾ അതുവരെ ഇത് അടച്ചു വെക്കാം. ഏറ്റവും ചെറിയ തീയിൽ തന്നെ വെക്കണം. ഇതാണ് മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചോറൊക്കെ കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, നല്ല പാകത്തിനാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മട്ടൻ മസാല കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ചേർത്തത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇങ്ങനെ മസാല കോട്ട് ചെയ്ത് ഇരിക്കുന്നുണ്ടാവും. ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ മസാല കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് വല്ല സവോളയും ഇഞ്ചിയും ഒന്നും ഒരുപാട് സമയം വഴറ്റുമൊന്നും വേണ്ട. എല്ലാം കൂടി മിക്സ് ചെയ്ത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ബീഫ് വെച്ചിട്ടോ മട്ടൻ വെച്ചിട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് എരിവോട് കൂടിയാണ് കേട്ടോ. ഇത്രയും മസാലയൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ അഥവാ ബിരിയാണിക്ക് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളകൊക്കെ എടുത്താൽ മതി, 5 എണ്ണം ചേർക്കണ്ട. അപ്പോൾ ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തു. അപ്പോൾ ബിരിയാണി റെഡി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ.